ശബരി റെയിൽ പാതയ്ക്കായി ചെലവാകുന്ന പകുതി തുക സർക്കാർ വഹിക്കും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. 1900 കോടി രൂപയാണ് കിഫ്ബി വഴി സർക്കാർ വഹിക്കുന്നത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ നടപടികൾ ആരംഭിച്ചു. സെയ്ഫ് സൈനുൽ അബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, എന്നാണ് മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം? ശബരി റെയിൽ പാതയ്ക്കായി ചെലവാകുന്ന പകുതി തുക സർക്കാർ വഹിക്കും എന്ന തീരുമാനം. മന്ത്രിസഭാ യോഗമാണ് സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 1900 കോടി രൂപയാണ് കിഫ്ബി വഴി സർക്കാർ വഹിക്കുക. സെയ്ഫ് സൈനുൽ അബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, വിശദാംശങ്ങൾ. കേരളത്തിന്റെ പഴയ ഒരു ആവശ്യമായിരുന്നു ശബരിപാത തയ്യാറാക്കണം എന്നുള്ളത്. അതിന് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് കേന്ദ്രം. അത് നേരത്തെ പച്ചക്കൊടി കാട്ടിയിരുന്നെങ്കിലും ചില നൂലാമാലകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിന് പ്രശ്നപരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന മന്ത്രിസഭ. ശബരിപാത പദ്ധതിക്ക് ചിലവാകുന്ന പകുതി തുക ഏതാണ്ട് 1900 കോടി രൂപയാണ്. ഇത് സംസ്ഥാന സർക്കാർ വഹിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയാണ്. പദ്ധതിയുടെ 50% സംസ്ഥാന സർക്കാർ വഹിക്കുന്നത്. ഇതിനായി കിഫ്ബി വഴിയാണ് 1900 കോടി രൂപ നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തത്. ദിവ്യ, 97-98 റെയിൽവേ ബജറ്റിലാണ് ആദ്യമായി ശബരി റെയിൽ പ്രഖ്യാപിക്കുന്നത്. മലയോര ജനതയുടെ യാത്രാക്ലേശങ്ങൾക്ക് വലിയൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവഴി കഴിയും എന്ന് അന്ന് തന്നെ വിലയിരുത്തിയിരുന്നു. 110 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം. പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ 8 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഏകദേശം 90% വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൂർത്തിയായതാണ്. ബാക്കിയുള്ള ദൂരത്തേക്കായി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും അവയുടെ കാലാവധി കഴിഞ്ഞതിനാൽ അത് എക്സ്പയർ ആയി പോകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇപ്പോൾ വീണ്ടും പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. ഒരു സംസ്ഥാന സർക്കാർ റെയിൽവേ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകുന്നത് ആദ്യമായിട്ടാണ്. നേരത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 5500 കോടിയോളം രൂപ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി 1900 കോടി രൂപ കിഫ്ബി വഴി നൽകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൂടി മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ദിവ്യ, ശരി, പകുതി തുക സർക്കാർ വഹിക്കും എന്നതാണ് തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് വളരെ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്.